ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഈ ഒരു സിവിൽ പ്രിപ്പറേഷനിലേക്ക് വന്നതെന്നും അതുപോലെ തന്നെ ബേസ് സെറ്റാക്കിയെന്നൊക്കെ. അപ്പം ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് 2024 പാസ് ഔട്ടാണ്. അപ്പോൾ ഞാൻ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല, ഇഷ്ടപ്പെടാണ്ട് വന്നതാണ്. കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞ് നടന്നതാണ്. പക്ഷേ അന്ന് കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ഫീൽഡ് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അങ്ങനെ ആ ഒരു നെഗറ്റീവിൽ ഞാനും വീണുപോയി. അങ്ങനെ ഞാനെന്ത് വിചാരിച്ചു, മെഡിക്കൽ ഫീൽഡ് അങ്ങ് ഒഴിവാക്കി. ഞാൻ എന്ത് ചെയ്തു, കീം എക്സാം ജസ്റ്റ് വെറുതെ പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെ മാനേജ്മെൻറ്റിൽ, അതായത് പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. കാരണം കീം എഴുതി പഠിച്ച് പാസ്സായി അങ്ങനെ എഴുതാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്തു. അതായത് എക്സാമിൻ്റെ തലേന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. എക്സാമിൻ്റെ അന്ന് ജസ്റ്റ് വെറുതെ പോവുക, എഴുതി ഇങ്ങോട്ട് പോകുന്നു, അത്ര തന്നെ. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, കീമിൽ എനിക്ക് മാനേജ്മെൻറ്റിൽ കിട്ടിയത്. അങ്ങനെ പിന്നെ ഈ 4 കൊല്ലം എന്താ പറയുക, വൈവ പ്രൊജക്റ്റ് അങ്ങനെ കുറേ ആയി. പിന്നെ 4ാമത് ആ 4 കൊല്ലവും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി പുറത്തിറങ്ങിയിട്ട് എന്തിന് പോകുമെന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 4ാമത്തെ വർഷമാകുമ്പം സീനിയേഴ്സ്, അതായത് നമ്മൾ സീനിയേഴ്സ് ആയല്ലോ, അപ്പോൾ ഇങ്ങനെ കുറേ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഈ 4th ഇയർ എത്തിയ സമയത്ത് ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് PSC ഒരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന് നമ്മുടെ കോളേജിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഈ ഗവൺമെൻറ് ഫീൽഡിൽ ഈ സിവിൽ എഞ്ചിനീയറിൻ്റെ കുറേ സ്കോപ്പും കാര്യങ്ങളും എന്തൊക്കെ ജോബുകൾ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരു കൂട്ടം ഫ്രണ്ട്സ് ഇതിന് പോകാൻ തീരുമാനിച്ചതാണ്. കാരണം കുറേ സ്കോപ്പ് വരുന്നുണ്ട് പ്രൈവറ്റ് ഫീൽഡിലായാലും. എന്താണ്, കുറേ ജോലി അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടും ബെറ്റർ ഒരു ഗവൺമെൻറ് ജോബ് കിട്ടുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു PSC ഇതിലേക്ക് വരുന്നത്. പിന്നെ ബേസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണല്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്നെ സംബന്ധിച്ച് ഈ ഒരു ബിടെക് പഠിച്ച സമയത്ത് എക്സാംസൊക്കെ എല്ലാം എഴുതി പാസ്സാവും എന്നല്ലാണ്ട് സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, അതായത് എന്താ പറയുക, നമുക്ക് ഒരു മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു ഈ ബിടെക് എന്ന് പറയാം. പക്ഷേ ഈ ഒരു കോച്ചിങ്ങിന് ചേർന്ന് അപ്പോഴാണ് ഈ ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലി ഇതിങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുമാത്രമല്ല ആ ഒരു ബേസ് തൊട്ടേ പറഞ്ഞു തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബിടെക്കുമായിട്ട്, പിന്നെ ബിടെക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ബേസിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടും ഒറ്റയ്ക്ക് പഠിക്കുന്നതിന് നല്ലത്, അതായത് വെറുതെ ഒരു ബുക്ക് വാങ്ങി ക്വസ്റ്റ്യൻസ് മാത്രം കാണാപ്പാഠം പഠിക്കുന്നതിന് നല്ലത് എന്തെങ്കിലും ഒരു ക്ലാസ് കേട്ട് പഠിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ അതിനുശേഷം പഠിച്ചതിന് ശേഷം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം. പിന്നെ അധികം ഈ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാം അതുപോലെ തന്നെ ഓവർസിയർ എക്സാമാണ് വരിക. ഈ എക്സാമിന് കുറച്ചുകൂടി ന്യൂമറിക്കൽസ് ആയിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ ഓവർസിയർ എക്സാമിന് അധികം തിയറി ബേസ് ആയിരിക്കും വരിക. പിന്നെ ഞാൻ ആകെ എഴുതിയിട്ടുള്ള എക്സാം LSTD ആയിരുന്നു. അത് ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കോച്ചിങ്ങിന് ചേരുന്നത് 6 month ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അത്രയും 25 ടോട്ടൽ സബ്ജക്റ്റിൽ ഒരു 8 സബ്ജക്റ്റോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ പെൻഡിങ് വന്നു. അതിൻ്റെ നോട്ട്സൊക്കെ ഇപ്പം ഞാൻ ഒരു 1 year 3 months ഒക്കെ ആയിട്ടുണ്ടാകും ഇതിൽ ജോയിൻ ചെയ്തിട്ട്. അതിലൊരു 8 months ഞാൻ ഈ നോട്ട് എഴുതാനാണ്. ആദ്യത്തെ കുറച്ച് മന്ത്സൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഭയങ്കര റഷ് ആവാൻ തുടങ്ങി. കാരണം നോട്ട് കംപ്ലീറ്റ് ആക്കണം, ഉള്ളിൽ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ മൊത്തം സ്ട്രെസ്സായി. പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. ഒരു 2-3 മാസം ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. കാരണം അത്രയും നോട്ട്സ് എഴുതാണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്രയും ഒരു ലോഡ് വരുന്ന സമയത്ത് നമുക്ക് ഒരിതുണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് തന്നെ ഈ ഒരു 1 yearലും ഞാൻ പകുതി നോട്ട് എഴുതാനാണ്. ഇപ്പോഴും ഞാൻ ആ ഒരു റിവിഷൻ സ്റ്റേജിൽ എത്തിയിട്ടില്ല. പറയുന്ന സമയത്ത് 1 year 2 months ആയി ഞാൻ ഇതിലേക്ക് വന്നിട്ട്. പക്ഷേ ഇപ്പോഴും ഒരു 25 സബ്ജക്റ്റും കംപ്ലീറ്റ് ഞാൻ പഠിച്ച് ഒരു റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. എല്ലാം പഠിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു സംഭവം വെച്ചാൽ ക്ലാസ് കണ്ടതുകൊണ്ടും നോട്ട്സ് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും അറിയാത്ത സംഭവം, അതായത് ക്ലാസ് ഇപ്പോൾ കാണാൻ പറ്റില്ല. കാരണം വീഡിയോ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പയർ ആയിട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ ഞാനിപ്പോൾ നോട്ട് വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് ഞാൻ ആ ഒരു ടോപ്പിക്ക് യൂട്യൂബിലെടുക്കും. അപ്പോൾ യൂട്യൂബിൽ കുറേ പേരുടെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഒരു ടോപ്പിക് ആകുമ്പോൾ എനിക്ക് അതായത് ഈ നോട്ടിലുള്ള കാര്യങ്ങൾ വായിക്കുക, ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലാവും. അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ആ ഒരു ഇത് വരും. ബേസ് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ക്ലാസ് എടുത്തതൊക്കെ ബേസ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ക്ലാസ്, അതായത് നമ്മളൊരു കോച്ചിങ്ങിന് പോകുക എന്നുള്ളതാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു കോച്ചിങ്ങിന് പോവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ബേസൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിടെക്
നമുക്ക് പഠിച്ച ഒരാളാണെങ്കിൽ ബേസ് സെറ്റാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നല്ല സെൻറ്ററൊക്കെ ആണെങ്കിൽ അവർ ബേസ് മുതലേ പഠിപ്പിച്ച് തരും. അങ്ങനെയാണ് ഞാൻ പഠിക്കുക. എനിക്കിതുവരെ അങ്ങനെ ബേസ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പഠിക്കാനുള്ള ആ ഒരു അലസത ഇടയ്ക്ക് വരും, ആ ഒരു പ്രശ്നമുള്ളൂ. പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ ഞാനിപ്പോൾ ഒരു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ LSTD മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പഠിക്കാതെ പോയി എഴുതിയതാണ്. പിന്നെ ഓവർസിയർ എക്സാം എനിക്ക് കുറച്ചുകൂടി തോന്നുന്നു എക്സാമിനെക്കാട്ടും ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന്. പിന്നെ അത് അധികം ഡിപ്ലോമക്കാർക്കാണ്. പക്ഷേ നിലവിൽ നമുക്ക് ബിടെക്കാർക്കും ഈ ഒരു ഓവർസിയർ എക്സാം ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഈ ഒരു ഓവർസിയർ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം എന്ത് ചെയ്യുക, നോട്ട്സ് പഠിച്ചതിന് ശേഷം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഓവർസിയർ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 എക്സാം മറ്റേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അതിൽ എന്താ പറയുക, എനിക്കൊരു 60+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അതും ഞാൻ റിവിഷൻ പോലും ചെയ്യാണ്ട് നോട്ട് പോലും കംപ്ലീറ്റ് ആക്കാണ്ട് പോയി പഠിച്ച. അപ്പം അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഓവർസിയറിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നല്ലോണം ആദ്യം ചെയ്യാൻ നോട്ട് പഠിക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ എയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ന്യൂമറിക്കൽസ് നമ്മൾ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ചെയ്ത് പഠിക്കുക. അതാകുമ്പോഴേ നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ആണെങ്കിൽ അനുസരിച്ചിട്ട് ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഓവർസിയർ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിൽ ചെറിയ ചെറിയ ന്യൂമറിക്കൽസ് ആയിരിക്കും വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സിലബസ് അനുസരിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.